ഹായ് ഹലോ വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഇന്ന് GS പേപ്പർ 3ൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കഴിഞ്ഞ GS പേപ്പർ 2ൻ്റെ പബ്ലിക് റിവ്യൂ ഒക്കെ നമ്മൾ കുറേ കണ്ടു. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും വളരെ ഡിഫിക്കൽട്ട് പേപ്പർ ആയിട്ടാണ് പലരും ആ പേപ്പർ റേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പേപ്പർ 1 വെൻ ഐ സെഡ് ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്, ഇറ്റ് വാസ് ഈസി ആക്ച്വലി, കമ്പാരിറ്റീവ്ലി ഓൺ എ ഈസിയർ സൈഡ്. അപ്പോൾ ആ ഒരു ഈസിയർ സൈഡിലാണ് പേപ്പർ 1 നിന്നിരുന്നത്. പക്ഷേ പേപ്പർ 2 അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിരുന്നു. ആൻഡ് ഇന്നത്തെ പേപ്പർ 3 കൂടുതലും എക്കണോമിക്സ്. നമ്മളിത് ഇന്ന് ഞാൻ കൃത്യമായിട്ട് ഐ ഹവ് ആക്ച്വലി ഷഫിൾഡ് ഇറ്റ്. എക്കണോമിക്സ് ഒരു ഏരിയയിൽ, എൻവയോൺമെൻറ്റ് വേറൊരു ഏരിയ, അഗ്രികൾച്ചർ വേറൊരു ഏരിയ, സയൻസ് ആൻഡ് ടെക് വേറൊരു ഏരിയ, ഇന്റേണൽ സെക്യൂരിറ്റി വേറൊരു ഏരിയ. അപ്പോൾ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഐ വുഡ് സേ പേപ്പർ 2 പോലത്തെ ഡിഫിക്കൽട്ടി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഐ തിങ്ക് ദ പേപ്പർ വാസ് ഈസി ബിക്കോസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി തന്നെയായിരുന്നു. പക്ഷേ ആ ടൈം ലിമിറ്റിൽ നമുക്ക് എല്ലാ പോയിന്റ്സും ഓർത്ത് എഴുതാനുള്ളത് ഒരു ചെറിയ ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നി. ഹൈപ്പോത്തറ്റിക്കലി നമ്മൾ അവിടെ പോയിരുന്ന് എഴുതുകയാണെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാണുമ്പോൾ ഓക്കെയാണ്, പക്ഷെ ആ പോയിന്റിൽ ഇതെല്ലാം എഴുതി വരുമ്പോൾ അതെങ്ങനെ വരും എന്നുള്ളതും കൂടെ ഒരു ഫാക്ടറാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പേപ്പർ 3ൽ നോക്കിയത്. സോ ഇന്നെന്തായാലും നമുക്ക് പേപ്പർ 3യുടെ റാൻഡം അനാലിസിസിലേക്ക് വീൽ സ്റ്റാർട്ട് ഓഫ്. ആൻഡ് വിത്ത് മീ അർജുൻ ആർ ശങ്കർ. ബാക്കി ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ഡു ചെക്ക് ഔട്ട് ദ ചാനൽ, ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഒത്തിരി പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് പുതിയ വീഡിയോ കണ്ടിട്ട്. സോ താങ്ക്സ് ഫോർ ദി റെസ്പോൺസ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് തന്നെ ഓടിച്ച് വായിക്കാവുന്നതാണ് ഫ്രീസ് ചെയ്തിട്ട്. സോ ലെറ്റ്സ് ആസ് യൂഷ്വൽ GS പേപ്പർ 3 ആണ്. സോ ലെറ്റ്സ് ഗോ ഫോർ ദ ജനറൽ റിവ്യൂ. ജനറൽ റിവ്യൂ എനിക്ക് തോന്നിയത് ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ വെൻ യു ടേക്ക് എ ലുക്ക് അറ്റ് ദി എക്കണോമി ക്വസ്റ്റ്യൻസ് ഓക്കെ ആയിരുന്നു, ആൻസറബിൾ തന്നെയാണ്. എക്കണോമി ഒരു പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ വി ഹാവ് ദി അനദർ സെക്ഷൻ കോൾഡ് എൻവയോൺമെന്റിനെ വേറൊരു ആംഗിൾ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. വി ഹാവ് അനദർ ആംഗിൾ ഓഫ് അഗ്രികൾച്ചറിനെ സെപ്പറേറ്റഡ്. അഗ്രികൾച്ചർ ക്വസ്റ്റ്യൻസ് കുറച്ചധികം ഉണ്ടായിരുന്നു. ഇഫ് യു ഡിഡ് നോട്ട് പ്രിപ്പയർ അഗ്രികൾച്ചർ ദെൻ ഇറ്റ് വുഡ് ഹാവ് ബീൻ വെരി ഡിഫിക്കൽട്ട്. അഗ്രികൾച്ചറിന്റെ ഒരു ടോപ്പിക്കുകൾ അതിൻ്റെതായ സിലബസ് എടുത്ത് പഠിച്ചില്ലായിരുന്നെങ്കിൽ അഗ്രികൾച്ചർ വുഡ് ഹാവ് ബീൻ ഡിഫിക്കൽട്ട് എന്നുള്ളത് എനിക്ക് തോന്നി. കാരണം ക്വസ്റ്റ്യൻസ് ആസ് സച്ച് മെയിൻസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോ ക്വസ്റ്റ്യൻ ഇസ് ഡിഫിക്കൽട്ട്, എവറിഥിങ് ഇസ് ആൻസറബിൾ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോയിന്റ്സ് ഒക്കെ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിന്റെ അടുത്ത ചോദ്യം. സോ അഗ്രികൾച്ചർ വാസ് അഗെയിൻ ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് ഇന്റേണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആണ്. ഇത് വളരെ ഈസി ആയിരുന്നു. ഇന്റേണൽ സെക്യൂരിറ്റി വാസ് വെരി ബേസിക്, വെരി ബേസിക്. എക്കണോമി അത്യാവശ്യം ചില ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ ഇനീക്വാലിറ്റി, അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അതൊക്കെ ചിലപ്പോൾ നമ്മൾ അറിയണം എന്നില്ല, പഠിക്കണം എന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം സോ ഐ വുഡ് ട്രീറ്റ് ഇറ്റ് ആസ് എ നോർമൽ, ഒരു ആവറേജ് പേപ്പർ, എ ബിറ്റ് ഈസി പേപ്പർ. പക്ഷേ ടൈമാണ് ദ വില്ലൻ. ഇതെല്ലാം കൂടെ എഴുതി കംപ്ലീറ്റ്ലി ചെയ്തെടുക്കാനുള്ള ഒരു ടൈം സ്കെയിലിംഗ് വുഡ് ഹാവ് ബീൻ എ ഡിഫിക്കൽട്ട് ഫാക്ടർ ഇൻസൈഡ് ദിസ്. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ റിവ്യൂ. അതിന് നമുക്കൊരു ജനറൽ അനാലിസിസ് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഇന്ത്യൻ എക്കോണമി, പ്ലാനിംഗ്, ഗ്രോത്ത്, ഡെവലപ്മെന്റ്, എംപ്ലോയ്മെന്റ് എന്നുള്ള ഏരിയ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി 150 വേർഡ്സ് 10 മാർക്സിന്റെ. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ, ഇതിൽ അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല, ക്വസ്റ്റ്യൻ ഇസ് വെരി ഡിറക്റ്റ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI ആൻഡ് ദി IHDI? സോ ദ കീ പ്രോബ്ലം ലൈസ് ഇൻ, പല ആൾക്കാരും നമ്മൾ ഗിനി കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ ഇൻകം, HDI ഇൻഡിക്കേറ്റേഴ്സ്, പല ഇൻഡിക്കേറ്റേഴ്സ് പഠിക്കുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ഹവ് ഹേർഡ് അബൌട്ട് ഓർ റെഡ് അബൌട്ട് IHDI. നോർമലി IHDI കേൾക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം ഈ ക്വസ്റ്റ്യൻ തന്നെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ആൻഡ് റിവോൾവിങ് അറൌണ്ട് IHDI. അങ്ങനെ വരുമ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും യു മൈറ്റ് ഫേസ് എ പ്രോബ്ലം ഹിയർ. സോ എന്തുകൊണ്ടാണ് IHDI ബെറ്റർ ആണെന്നാണ് ചോദിക്കുന്നത്. സോ ഇനി ഇത് അറിയില്ലെങ്കിൽ നമുക്കൊരു ലോജിക്കൽ ഗെസ് എടുക്കാം. HDI എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു പാരാമീറ്റർ ഉണ്ട്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. എത്രയോ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പോൾ CPI, WPI എന്നൊക്കെ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്ന പോലെ ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ഗെസ് എടുത്തിട്ട് ഇനീക്വാലിറ്റി അഡ്ജസ്റ്റഡ് എന്ന് പറയുമ്പോൾ ഈ ഇനീക്വാലിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അപ്പോൾ ഒബ്വിയസ്ലി അതിനകത്ത് ഡിസ്പാരിറ്റി, ഇനീക്വാലിറ്റി ഇൻഫ്ലേഷൻ അക്കൗണ്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇനീക്വാലിറ്റി അക്കൗണ്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണെന്നുള്ള ഒരു ലോജിക്കൽ ഗെസ് നിങ്ങളെ ഇതിൽ സഹായിക്കുമായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും അറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ നമ്മൾ മെയിൻസ് എഴുതുന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഗെറ്റിംഗ് ദാറ്റ് റൈറ്റ് പെർസ്പെക്റ്റീവ് അറ്റ് മൈൻഡ്. അങ്ങനെ നോക്കിയാൽ ഇത് ഓക്കെ ആയിരുന്നു. ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇതെങ്ങനെയാണ് ബെറ്റർ ഇൻഡിക്കേറ്റർ ആണെന്നാണ് ചോദിക്കുന്നത്. സോ ഒബ്വിയസ്ലി ഇതറിയില്ലെങ്കിൽ നമുക്ക് ഗെസ് ചെയ്യായിരുന്നു. സോ ഇതെന്ന് പറയുമ്പോൾ HDI നമ്മൾ ഒരുപാട് റിപ്പീറ്റഡ്ലി പഠിച്ചിട്ടുണ്ട്. ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇനീക്വാലിറ്റി അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ക്ലിയറർ പിക്ചറാണ്. കാരണം
എല്ലാത്തിൽ നിന്നും എല്ലാ ആസ്പെക്റ്റിൽ നിന്നും ഇനീക്വാലിറ്റി. ഹെൽത്ത് എല്ലാവർക്കും ഒരേപോലെ തന്നെയല്ല, എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഒരേപോലെ അല്ല കിട്ടുക, ഇൻകമും ഒബ്വിയസ്ലി ഒരുപാട് പാരാമീറ്റേഴ്സ് എല്ലാം ഒരേപോലെ അല്ല കിട്ടുക. സോ വെൻ യു അഡ്ജസ്റ്റ്, നമ്മൾ ഇൻഫ്ലേഷൻ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ വെൻ യു അഡ്ജസ്റ്റ് ഇനീക്വാലിറ്റി യു വിൽ ഗെറ്റ് എ റിയൽ പിക്ചർ. നമുക്ക് ശരിക്കുള്ള പിക്ചർ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇത് ബെറ്റർ ആണെന്നുള്ള ഒരു ആംഗിളിൽ നമുക്കിതിനെ, സോ ഇത് കറക്റ്റായിട്ട് ഡെപ്പിക്റ്റഡ് ആവറേജ് വെച്ചല്ല, കുറച്ചുകൂടെ ക്ലിയറർ പിക്ചർ ആക്ച്വൽ എമൗണ്ട് കിട്ടുന്നതാണ്. സോ ബെനിഫിറ്റ്സ് ഓഫ് ഡെവലപ്മെന്റ് കറക്റ്റായിട്ട് എത്തിയോ, ആൾക്കാരിലേക്ക് എത്തിയോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന IHDI വെച്ചിട്ട് നമുക്ക് HDI തന്നെ അതിനെ ഇനീക്വാലിറ്റി ബേസ് ചെയ്തിട്ട്, സോ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണ്. മറ്റേതെല്ലാം ആവറേജ് ആണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇനീക്വാലിറ്റി കറക്റ്റ് എടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആക്ച്വൽ ഫിഗർ. ആ ഒരു ആംഗിളിൽ ഈ ക്വസ്റ്റ്യൻ എഴുതിയിരുന്നെങ്കിൽ ഓക്കെ ആണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിലും യു ക്യാൻ ലോജിക്കലി കം ടു എ കൺക്ലൂഷൻ. ക്വസ്റ്റ്യനിൽ തന്നെ ക്ലൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിത് കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ പോലും ആൻഡ് ദി ഇനീക്വാലിറ്റി അഡ്ജസ്റ്റ്മെന്റ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ്, ഇനീക്വാലിറ്റി അഡ്ജസ്റ്റ് ഹ്യൂമൻ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഇന്ത്യ. എന്തുകൊണ്ടാണ് ഇത് ഇൻക്ലൂസീവ് ഗ്രോത്തിന് ബെറ്റർ ആവുന്നത്? അപ്പോൾ മറ്റേ HDIനെക്കാട്ടും കൂടുതൽ ബെറ്റർ പിക്ചർ ഇത് തരുന്നു എന്നുള്ളൊരു പോയിന്റിൽ ഇത് എഴുതി നമുക്ക് റെഡിയാക്കാമായിരുന്നു എന്ന് തോന്നി എനിക്ക്. അപ്പോൾ that was it. And next question from economy would have been, what are the challenges before the Indian economy when the world is moving away from free trade and multilateralism? So obviously ഒരു സ്ഥലത്ത് ഇവിടെ FTA സംഭവങ്ങളുള്ള സമയത്തും മൾട്ടിലാറ്ററലിസം, ഒരുപാട് രാജ്യങ്ങൾ WTOയുടെ ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് ട്രേഡ്, അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ നിന്നും ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവം ഇറ്റ് ഈസ് മൂവിങ് അവേ, ഇത് മുന്നോട്ട് പോവുകയാണ്. Now the new norm is protectionism. The new norm is protectionism and bilateralism. ഇതിപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട്. And how can these challenges be met? What are the challenges before Indian economy? So what are the challenges എന്നുള്ളത് ഒരു പാർട്ട് എഴുതണം when moving away. And how can these challenges be addressed എന്നുള്ള ഒരു ചോദ്യം കൂടെ you need to be very clear on that. So how are you going to address these problems? So how are you going to address these challenges? And so ഒരു portion what we can actually put in forward is, ഇപ്പോൾ യു ക്യാൻ ബ്രിങ് ഇൻ എ ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പോൾ രാജ്യങ്ങളെല്ലാം മൾട്ടിലാറ്ററലിസം അല്ലെങ്കിൽ ഒരുപാട് രാജ്യങ്ങളും ഒരു റിലേറ്റഡ് ആയിട്ട് WTO ഓറിയന്റഡ് ആയിട്ടിനെക്കാട്ടും കൂടുതൽ, ഫ്രീ ട്രേഡിനെക്കാട്ടും കൂടുതൽ ദേ ആർ ലുക്കിംഗ് ഫോർ ടാരിഫ്സ്. കൺട്രീസ് ആർ പുട്ടിങ്, ഇപ്പോൾ US പോലെയാണെങ്കിൽ ദേ ആർ പുട്ടിങ് ടാരിഫ്സ്, ദേ ആർ പുട്ടിങ് സാങ്ഷൻസ്, പുതിയ ട്രേഡ് എംബാർഗോസ് കൊണ്ടുവരുന്നുണ്ട്, ട്രേഡ് ലിമിറ്റേഷൻ കൊണ്ടുവരുന്നുണ്ട്, 1-2 രാജ്യങ്ങളായിട്ട് മാത്രം ട്രേഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വൈ ഡു യു ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ്? സോ ദിസ് ഇസ് എ ന്യൂ തിങ്. ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. സോ ദിസ് ഇസ് ദ റൈറ്റ് പ്രസന്റ് ടൈം. എല്ലാവരും അങ്ങനെ തന്നെയാണ് പോകുന്നത്, ഷിഫ്റ്റിംഗ് അവേ ഫ്രം ഗ്ലോബൽ ഫ്രീ ട്രേഡ്. WTO മൾട്ടിലാറ്ററൽ ട്രേഡിനെക്കാട്ടും കൂടുതൽ ടാരിഫ്, ട്രേഡ് റെസ്ട്രിക്ഷൻസ്, ചെറിയ ചെറിയ എഗ്രിമെന്റ്സ് ആണ് കൂടുതലും. സോ ഇന്ത്യയെ സംബന്ധിച്ചോളം ദർ ആർ എ ലോട്ട് ഓഫ് പോയിന്റ് ദാറ്റ് യു ക്യാൻ റൈറ്റ്. ടാരിഫ്സ്, ഇപ്പോൾ US എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എക്സ്പോർട്ട് ഹാസ് ബിക്കം എ ബിഗ് പ്രോബ്ലം. സോ ഇത് നമ്മുടെ രാജ്യത്തിന്റെ ട്രേഡിന്റെ ഡൈനാമിക്സ് തന്നെ മാറ്റുന്നുണ്ട്. പിന്നെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ, ഓൾറെഡി ഒരു സിസ്റ്റം പോലെയാണ് നമ്മുടെ സപ്ലൈ ചെയിൻ ഒക്കെ പോയിക്കൊണ്ടിരുന്നത് ട്രേഡിൽ. സോ ദർ ഇസ് എ ബാലൻസ് ലൈക്ക് ദിസ്. സോ ഓൾ ടുഗെദർ ഇതിനകത്തൊരു പ്രശ്നം വരുമ്പോൾ ദിസ് ആക്ച്വലി ഗെറ്റ് ഡിസ്റ്റർബ്ഡ്, ഈ ഇക്വിലിബ്രിയം ഗെറ്റ്സ് ഡിസ്റ്റർബ്ഡ് ആൻഡ് ട്രേഡ് സിസ്റ്റം തന്നെ മാറും. എക്സ്പോർട്ടേഴ്സ് ലൈക്ക് IT സെക്ടേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്ക് എഴുതാം. സോ പ്രഷർ ടു നെഗോഷിയേറ്റ് ബയലാറ്ററൽ ട്രേഡ്സ് ആൻഡ് റിസ്ക് ഓഫ് റീജിയണൽ ട്രേഡ് ബ്ലോക്സ്, ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. യു ക്യാൻ റൈറ്റ് ചലഞ്ചസ് ആൻഡ് എങ്ങനെ ചലഞ്ചസ് മീറ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഒബ്വിയസ്ലി ഇപ്പോൾ ഇത് വന്നതിന് ശേഷം തന്നെ India is looking for larger markets like Africa, Latin America, ASEAN. അമേരിക്കയുടെ ഇതും അല്ലെങ്കിൽ ഇന്ത്യ ഷുഡ് ഈവൻ ലുക്ക് ഫോർ ചൈന എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി ലുക്ക് അറ്റ് ദ നെയ്ബർ. സോ മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത്, ഇമ്പോർട്ടൊക്കെ നമ്മൾ കുറച്ചുകൂടെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്, WTO കോർപ്പറേഷൻ, ഒത്തിരി പോയിന്റ്. യു ക്യാൻ റൈറ്റ് എനി പോയിന്റ്സ്, ലോട്ട് ഓഫ് പോയിന്റ്സ് ഇൻ ദിസ്. പക്ഷേ ഈ കാര്യങ്ങൾ എഴുതി കൊണ്ടുവരണം. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ചോദ്യം ഡെഫിനറ്റ്ലി നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുമായിരുന്നു. അതും ഇനി ദിസ് എക്സ്പ്ലെയിൻ ഹൗ ദ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സ് FHI, I would say it is a clear cut example, it is a clear cut question of current affairs. ഇത് എങ്ങനെയാണ് can be used as a tool for assessing fiscal performance of states in India. In what way would it encourage the states to adopt prudent, എങ്ങനെയാണ്, in what way prudent and sustainable fiscal policy എടുക്കാം. 250 words ആണ്. സോ ഡെഫിനറ്റ്ലി 3 പേജിൽ ഇതിനാദ്യം you need to know what exactly is FHI. How many of you watching this know about FHI? കേട്ടിട്ടുണ്ട്. ഈ മെയിൻസ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇതും പറയും, all the questions are inspired from current affairs. ഇതിന് മുന്നേ എടുത്ത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം കറണ്ട് അഫയർ ഇൻസ്പിറേഷൻ ആണ്. ഇത് FHIനെ കുറിച്ച് എന്തോരം PIB തന്നെ ക്യാരി ചെയ്താണ്ടോ. ഏപ്രിലിൽ തന്നെ
ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന PIB ഒരു ആർട്ടിക്കിൾ ക്യാരി ചെയ്തിരുന്നു. ലുക്ക് അറ്റ് ദാറ്റ്. ഐ ക്യാൻ ടെൽ യു ഡിഫറെൻറ്റ്. ഇപ്പോൾ ഇത് PIB തന്നെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് ഉണ്ട്, ടോപ്പ് 10 പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ഉണ്ട്. ഇതെല്ലാം പേപ്പറിലും ന്യൂസിലും ട്രെൻഡ് ചെയ്തിരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ്. ഐ ക്യാൻ ഗിവ് യു ഹിന്ദു ആർട്ടിക്കിൾ ജനുവരി ചോദിച്ചത് ആണെന്ന് തന്നെയുണ്ട്. ഒഡീസ, ഛത്തീസ്ഗഡ്, ഗോവ എമംഗ് ദ ടോപ്പ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ആൻഡ് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ ആൻഡ് കേരള ദ വേഴ്സ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ്സ് ഇൻ ദിസ്. സോ നമ്മളെ സംബന്ധിച്ചോളം കേരള ഇസ് ദ വേഴ്സ്റ്റ് പെർഫോമിംഗ് സ്റ്റേറ്റ് ഇൻ ദിസ്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ് FHI എന്നുള്ളതാണ് ചോദ്യം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. വാട്ട് എക്സാക്ട്ലി ഇസ് FHI? ഇത് എന്തുകൊണ്ടാണ് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത് ഫിസിക്കൽ പോളിസീസിന് സ്റ്റേറ്റ്സ് അഡോപ്റ്റ് ചെയ്താൽ നല്ലതാവുന്നത് എന്നുള്ള രീതിയിൽ രണ്ട് ആസ്പെക്റ്റിൽ ചോദ്യം വളരെ നിസ്സാരമായിട്ട് നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ എഴുതായിരുന്നു. സോ വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. സോ ഇതെന്ന് പറയുന്നത് ഒരുപാട് പാരാമീറ്റേഴ്സിന്റെ ബേസിസ് ആണ്. നമ്മൾ റവന്യൂ, എക്സ്പെൻഡിച്ചർ, ഡെറ്റ്, ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റിന്റെ എത്ര രൂപ സ്റ്റേറ്റിന് വരുമാനം കിട്ടുന്നുണ്ട്, ആ സ്റ്റേറ്റ് എത്ര രൂപ ചെലവാക്കുന്നുണ്ട്, ആ സ്റ്റേറ്റ് എങ്ങനെയാണ് കടം വാങ്ങിക്കുന്നത്, ഹൗ മച്ച് എമൗണ്ട് ഇസ് ഇറ്റ് ടേക്കിംഗ് ആസ് എ ഡെറ്റ്, എത്ര ഡെറ്റ് ആ സ്റ്റേറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എത്രത്തോളം റീപേയിങ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, റീപേയ്മെന്റ് ഒക്കെ കറക്റ്റ് ആണോ, അപ്പോൾ വരവിനനുസരിച്ചിട്ടാണോ ചെലവ് വരുത്തുന്നത്, എത്രത്തോളം കടം താങ്ങാൻ പറ്റുന്നുണ്ട്, വാട്ട് ഇസ് ദ ഡെറ്റ് കപ്പാസിറ്റി ഇറ്റ് ക്യാൻ ഹോൾഡ്. ഇതൊക്കെ അനലൈസ് ചെയ്യുന്നതാണ് ഈ ഹെൽത്ത് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ബേസിക്കലി കമ്പയർസ് ഹെൽത്ത് അക്രോസ് സ്റ്റേറ്റ്സ്. അത് നന്നായിട്ട് ചെയ്യും. സോ ഇതൊരു കോമ്പോസിറ്റ് ഇൻഡെക്സ് ആണ്. 18ഓളം മേജർ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഈ മെട്രിക് ഉപയോഗിക്കുന്നുണ്ട്. 18 മേജർ സ്റ്റേറ്റ്സ് ആർ യൂസിങ് ദിസ്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. അപ്പോൾ അത് വരച്ച് തന്നെ നമുക്കത് എഴുതാൻ പറ്റുമായിരുന്നു. സോ ഇത് വളരെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റേറ്റിന്റെ റവന്യൂ, സ്പെൻഡിങ്, ബോറോയിങ്, ഫിസിക്കൽ ഡെഫിസിറ്റ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ റാങ്കിങ് സിസ്റ്റം. ഒരു ഏർലി വാർണിംഗ് കൂടാണ്. നമുക്ക് താങ്ങാൻ പറ്റാത്തത്രോളം, ഇപ്പം നമുക്ക് വരുമാനം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ് ഒരു വർഷം. നമ്മൾ 10 കോടിയുടെ ലോൺ എടുത്ത്, നമുക്ക് 10 കോടി നമ്മൾ ഡെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒരിക്കലും ഇത് അടയ്ക്കാൻ പറ്റില്ല. സോ വി ആർ ഇൻ എ നെഗറ്റീവ് സിറ്റുവേഷൻ. സോ ദിസ് റാങ്കിങ് ഇസ് എ ഗുഡ് ഇൻഡിക്കേറ്റർ ഫോർ സ്റ്റേറ്റ്സ്. അത് വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇത് ബെറ്റർ സ്റ്റേറ്റ്സിന് എന്താണെന്ന് വെച്ചാൽ ദേ ക്യാൻ ഗുഡ് ഗവേണൻസ് നമുക്ക് ഇത് വെച്ച് പ്ലാൻ ചെയ്യാം, ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഫണ്ട്സ്, ഗ്രാൻസ്, ഇൻസെൻറ്റീവ്, നമ്മുടെ ഫിസിക്കൽ ഡിസിപ്ലിൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം, സ്റ്റേറ്റ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യാം, ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, ടാക്സ് കളക്ഷൻ എല്ലാം ഇതിൻ്റെ ഒരു റാങ്കിൻ്റെ ബേസിസിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സോ ദാറ്റ് വാസ് ദാറ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ദീസ് ഇസ് ഓൾസോ കറണ്ട് അഫയേഴ്സ്. എത്രയോ പ്രാവശ്യം നമ്മൾ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, സിലബസ് എന്ന് നമ്മൾ ഡീകോഡ് ചെയ്താൽ പോലും ദിസ് ക്വസ്റ്റ്യൻ വുഡ് ഹാവ് ബീൻ സോ ഈസി. ഡിസ്കസ് ദ റാഷണൽ ഓഫ് PLI. എന്തിനാണ് PLI, എന്താണ് ഇതിൻ്റെ അച്ചീവ്മെന്റ്? സോ ഒന്ന്, വാട്ട് ഇസ് ദ, ഇതിനകത്ത് കൊണ്ടുവരേണ്ട കാര്യം, യു നീഡ് ടു നോ വാട്ട് ഇസ് ദ റാഷണൽ, വാട്ട് ഇസ് ദി അച്ചീവ്മെന്റ്, ഇതെങ്ങനെ ഇതിൻ്റെ ഔട്ട്കംസ് ഇംപ്രൂവ് ചെയ്യാം, ഹൗ ക്യാൻ ദി ഔട്ട്കംസ് ബി ഇംപ്രൂവ്ഡ് ഫ്രം ദിസ്. സോ ദിസ് ഇസ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. എന്താണ് ഇതിൻ്റെ റാഷണൽ, എന്താണ് ഇതിൻ്റെ അച്ചീവ്മെന്റ്, എങ്ങനെ ഇത് ഇംപ്രൂവ് ചെയ്യാം, 3 പോയിന്റ്സ് വളരെ കൃത്യമായിട്ട് എഴുതിയേ പറ്റുള്ളൂ. ആൻഡ് PLI എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എത്രയോ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. സോ ബേസിക് കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ. ഇഫ് യു മേക്ക് മോർ സ്റ്റഫ് ഇൻ ഇന്ത്യ ആൻഡ് സെൽ മോർ, വിൽ റിവാർഡ് യു വിത്ത് ക്യാഷ്. ഗവൺമെന്റിന്റെ പോളിസി ഇതാണ്. കൂടുതൽ ഉണ്ടാക്കിയാൽ ഞങ്ങൾ, ഇപ്പോൾ മൊബൈൽ ഫോൺ കമ്പനി മേക്സ് 500 crore ഓഫ് ഫോൺസ് ഇൻ 1 year. രണ്ടാമത്തെ വർഷം ഇറ്റ് മേക്സ് 700 crores. ദാറ്റ് മീൻസ് പ്ലസ് 200 crore സെയിൽസ് ചെയ്തിട്ടുണ്ട്. സോ ഗവൺമെന്റിന്റെ PLI ഇൻസെന്റീവ് റേറ്റ് എന്ന് പറഞ്ഞാൽ 6% ആണെങ്കിൽ 12 കോടി രൂപ നമ്മൾ നല്ലതായിട്ട് 500 കോടി സെയിൽ നടത്തിയിരുന്ന നമ്മൾ 700 കോടി ആയപ്പോൾ നമ്മൾ നമ്മുടെ സെയിൽസ് കൂട്ടി. സോ ഒരു തരത്തിൽ നമ്മൾ സെയിൽസ് കൂട്ടാൻ ഒരു ഇൻസെന്റീവായി. ഇങ്ങനെ സെയിൽസ് കൂട്ടിയാൽ 12 കോടി രൂപ ഗവൺമെന്റ് നമുക്ക് തിരിച്ചു തരും. വി വിൽ ഗിവ് ബാക്ക്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റേറ്റ്. ദിസ് ഇസ് എൻ എക്സാമ്പിൾ. സോ ദിസ് ഇസ് ദ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. അപ്പോൾ ഇതൊരു റാഷണൽ എന്ന് വെച്ചാൽ കൂടുതൽ ട്രേഡും കൂടുതൽ സംഭവങ്ങളും നടക്കാൻ വേണ്ടിയാണ്. സോ 2020 കൊണ്ടുവന്നു. കൂടുതലും ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ്, ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ട്സ് കൂടുതൽ കൊണ്ടുപോകാനും നമുക്ക് പുറത്തുനിന്നുള്ള ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഇറ്റ് ക്യാൻ അട്രാക്ട് ഗ്ലോബൽ ജോബ് ക്രിയേഷൻ, എക്സ്പോർട്ട് പ്രൊമോഷൻ, ടെക്നോളജി, R&D, അങ്ങനെ യു ക്യാൻ റൈറ്റ് n number of points for this. PLI കൊണ്ടുവന്നതിൻ്റെ റാഷണൽ, ഇതിനാണ് PLI കൊണ്ടുവന്നത് എന്നുള്ള മെയിൻ 2 പോയിന്റ് ഓർത്ത് വയ്ക്കുക. അത് ആ രീതിയിൽ തന്നെ നമുക്ക് ഇത് എഴുതാമായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഉണ്ട്, ഇത് ഓൾറെഡി ഒരുപാട് ഇതിൻ്റെ ഇമ്പാക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇത്രയും ജോലി, ഒരുപാട് ജോലി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് PLI സ്കീംസിൽ. മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് കൂടുന്നുണ്ട്. എക്സ്പോർട്സ് ഫ്രം PLI, നമ്മുടെ എക്സ്പോർട്ട് കൂടുന്നു. ഇമ്പോർട്ട് കുറഞ്ഞു, എക്സ്പോർട്ട് കൂട്ടാൻ പറ്റും. ജോബ് ക്രിയേഷൻ 11.5 ലക്ഷം ആൾക്കാർ. ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന പോലെ എഴുതിയാൽ മതിയായിരുന്നു. എന്തായാലും ഇറ്റ് ഇസ് ക്രിയേറ്റിംഗ് മോർ. ഇമ്പോർട്ട് കുറച്ചു, എക്സ്പോർട്ട് കൂട്ടാൻ പറ്റും, ഇന്ത്യൻ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും, മേക്ക് ഇൻ ഇന്ത്യ, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഹൈ ചെയ്യാം.
യു ക്യാൻ റൈറ്റ് ഇൻ ഓൾ സച്ച് പോയിന്റ്സ്, ഡിഫറെൻറ്റ് വേരിയഡ് പോയിന്റ്സ് എഴുതിയിരുന്നെങ്കിൽ ഇനി ചലഞ്ചസ് എന്താണെന്ന് വെച്ചാൽ ആ ക്വസ്റ്റനിൽ തന്നെ ഉണ്ട്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ചലഞ്ചസ് എന്നുള്ളത് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് കിടപ്പുണ്ട്. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ദാറ്റ്. ഇതിനകത്ത് കിടന്നിരുന്ന ക്വസ്റ്റനിലൊരു സംഭവത്തിനകത്ത് ഞാനത് വാട്ട് കേസ് ക്യാൻ ദ ഔട്ട്കം ബി ഇംപ്രൂവ്ഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ PLIയിനകത്ത് കൊണ്ടുവരുന്ന ഇൻഡസ്ട്രീസിന്റെ എണ്ണം കൂട്ടണം. PLI ഓൾറെഡി കുറച്ച് ഏരിയാസിന് മാത്രമേ ഈ ഇൻസെൻറ്റീവ് കിട്ടുന്നുള്ളൂ. യു ഷുഡ് ഇൻക്രീസ് ഇറ്റ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലം PLI പഠിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്, PLIയുടെ ആസ്പെക്ട് ഇപ്പോൾ ഇൻക്ലൂഷൻ ഓഫ് MSMEs. അവർ ഇത്ര ടേൺ ഓവർ, ഇത്ര ടാർഗറ്റ് ഉള്ള കമ്പനികൾക്ക് മാത്രമേ ഇത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ സാധാരണ മൈക്രോ കമ്പനി, സ്മോൾ കമ്പനി, മീഡിയം കമ്പനിക്കൊന്നും പറ്റില്ല. സോ ഇൻക്ലൂഡ് MSME. അപ്പോൾ ഇവരെല്ലാം കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടുമ്പോൾ ഇനിയും വർക്ക് ചെയ്യും. പിന്നെ കറക്റ്റായിട്ട് ഈ പൈസ ഡിസ്ബേഴ്സ് ചെയ്യണം, R&D കൂടുതൽ ചെയ്യണം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു തരം സെറ്റിംഗ് അപ്പ് ആണ്, അതായത് ഒരു അസംബ്ലിംഗ് ആണ്. പാർട്സുകളെല്ലാം ഇവിടെ നിന്ന് കുറേ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ വെച്ചിട്ട് ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോഴും ഇതെല്ലാം എവിടെയോ ഒരു കുറച്ച് ഇമ്പോർട്ട് കിടക്കുന്നുണ്ട്. ദാറ്റ് ഇമ്പോർട്ട് ഷുഡ് ഓൾസോ ബി R&D ചെയ്തിട്ട് ഇനിയും ബെറ്റർ ആക്കണം. പിന്നെ ഓഡിറ്റ്സ് കാര്യങ്ങൾ, കുറച്ചുകൂടെ സെക്ടറൽ കവറേജ്, ഗ്രീൻ ടെക്നോളജീസ്. ഗ്രീൻ ഓൾറെഡി ഉണ്ട്, പക്ഷേ EV അതേപോലെ തന്നെ ഗ്രീൻ ടെക് ഒക്കെ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഇനിയും ഹൈ ആവും. യു ക്യാൻ ബ്രിങ് ഇൻ ഓൾ ദീസ് പോയിന്റ്സ്. ദാറ്റ് ഈസ് ഓൾസോ. ആൻഡ് ഇതും ഒരു ഇനി ഇതാണ് എക്കോണമിയുടെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. സോ എനിക്ക് മൊത്തത്തിൽ തോന്നിയത് എക്കണോമിക് ക്വസ്റ്റ്യൻസ് എല്ലാം ഇറ്റ് വാസ് ഓക്കെ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അഗ്രികൾച്ചറിൽ കുറച്ചുകൂടെ ഞാൻ പറഞ്ഞല്ലോ, അഗ്രികൾച്ചർ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ, ഇഫ് യു ഡു നോട്ട് ഹാവ് ദ ബേസിക്സ് ഓഫ് അഗ്രികൾച്ചർ, അത് ചിലപ്പോൾ എഴുതി ആ ഒരു രീതിയിൽ കൺവിൻസിങ് ആൻസർ എഴുതാൻ ചിലപ്പോൾ യു മൈറ്റ് ഹാവ് എ പ്രോബ്ലം ഇൻ ദാറ്റ്. ബട്ട് സ്റ്റിൽ ദ ക്വസ്റ്റ്യൻ സീംസ് ടു ബി ഈസി. കണ്ടോ, കുറച്ചുകൂടെ ഒരു സ്കൂൾ NCERT ബേസ്ഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ ഓഫ് ഫാമേഴ്സ് ആൻഡ് സെലക്ഷൻ ഓഫ് ഹൈ വാല്യൂ ക്രോപ്സ് ഇൻ ഇന്ത്യ. സോ അൾട്ടിമേറ്റ്ലി ആൻഡ് ബേസിക്കലി യു നീഡ് ടു നോ വാട്ട് എക്സാക്ട്ലി ഈസ് ഹൈ വാല്യൂ ക്രോപ്സ് ഇൻ ഇന്ത്യ. അതെന്താ ഈ ഹൈ വാല്യൂ ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ എന്തായാലും ഇതൊരു കോമൺ അഗ്രികൾച്ചർ ബേസിക്സ് ആണ്. എക്സും എന്ന് പറയുന്ന ഒരു ക്രോപ്പ്, അല്ലെങ്കിൽ എക്സ് റിലേറ്റഡ് വൈ റിലേറ്റഡ് ക്രോപ്പ് ചെയ്ത് ഫാർമർ ഇത്രയും കാലം അഗ്രികൾച്ചർ ചെയ്ത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാര്യമായിട്ടും റെയിൻഫോൾ ഇല്ല, മൺസൂൺ ഇല്ല, ക്രോപ്പ് നാശം വന്നുപോയി, പൈസ കിട്ടുന്നില്ല, ഈ ക്രോപ്പിനൊന്നും പ്രോപ്പർ ആയിട്ടുള്ള വരുമാനം കിട്ടുന്നില്ല, പ്രോപ്പർ MSP ചിലപ്പോൾ ഉണ്ടാവില്ല, ക്രോപ്പ് ഇൻഷുറൻസ് ചിലപ്പോൾ കാണില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫാർമറും ബുദ്ധിമാനാണ്. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന, നമുക്ക് ഓൾറെഡി പ്രോഫിറ്റ് കിട്ടുന്ന, ഇൻഷുറൻസ് കിട്ടുന്ന, ബാങ്കിൽ നിന്നും സപ്പോർട്ട് കിട്ടുന്ന, ഫെർട്ടിലൈസറും ഇതൊക്കെ കുറച്ചുകൂടി ഈസിലി അവൈലബിൾ ആവുന്ന സ്കീംസിലെല്ലാം ക്വാളിഫൈ ആവുന്ന ഹൈ വാല്യൂ ക്രോപ്സ് ചെയ്താൽ പോരെ. അപ്പോൾ കൂടുതൽ പൈസ ഉണ്ടാക്കും, ദേ ക്യാൻ മേക്ക് മോർ മണി. സോ ഹൈ വാല്യൂ ക്രോപ്സിലേക്ക് മാറാൻ എന്താണ് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നിന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റും. സോ ഹൈ വാല്യൂ ക്രോപ്സ് എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി വലിയൊരു ഐഡിയ വേണം. ഇപ്പോൾ സാഫ്രൻ എന്ന് പറയുന്ന കശ്മീരിൽ, അശ്വഗന്ധ, ശതാവരി, അതേപോലെ അവോക്കാഡോ കർണാടകയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് റൈസ്, മഷ്റൂംസ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബട്ടൺ മഷ്റൂംസ് ഒക്കെ പെട്ടെന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഈ തായ് ഫുഡ്സിലൊക്കെ ഭയങ്കരമായിട്ട് ബട്ടൺ മഷ്റൂം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മില്ലറ്റ്സ്, ഹെർബ്സ്, ഹൈഡ്രോപോണിക് ഗ്രീൻസ്, ലെറ്റ്യൂസ്, സ്പിനാച്ച്, അർബൻ ഫാമിംഗ്, ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. ബ്രൊക്കോളി, ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഇപ്പോൾ. അപ്പോൾ ഹൈഡ്രോപോണിക് ഗ്രീൻസ് ഉണ്ട്, ലെറ്റ്യൂസ്, സ്പിനാച്ച്, അർബൻ ഫാമിംഗ്, ഇതൊക്കെ ആൾക്കാർ മാറുമ്പോൾ കൂടുതൽ ബെറ്റർ ആവുന്നുണ്ട്. സോ ലുക്ക് അറ്റ് ദറ്റ്. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് മാർക്കറ്റ് ഡിമാൻഡ്, പ്രോഫിറ്റബിലിറ്റി, വാട്ടർ ഇറിഗേഷൻ, സോയിൽ, നോളജ്, എക്സ്പീരിയൻസ്, ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം ബെറ്റർ ആവുന്ന സാധനങ്ങൾ ചെയ്താലേ വാല്യൂ ഉള്ളൂ. കാരണം എന്നാലേ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് കിട്ടുള്ളൂ. യു കുഡ് ഹാവ് ഈസിലി റിട്ടേൺ ദിസ് ആൻസർ. വലിയ പ്രശ്നമില്ല എന്ന് തോന്നി എനിക്ക്. അടുത്തത്, എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഐ വുഡ് സേ ഇത് നമ്മുടെ സിലബസിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വാക്ക്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ അപ്സ്ട്രീം, ഡൗൺ സ്ട്രീം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെന്താണ്? സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്കോപ്പും സിഗ്നിഫിക്കൻസും സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പോൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഒരു ക്രോപ്പ് ഇവിടെ ഉണ്ടാക്കി, ഇവിടെ നിന്നൊരു ക്രോപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഫുഡ് ക്രോപ്പ് ഉണ്ടാക്കി വെച്ച് ഈ ഫുഡ് ക്രോപ്പ് കൃത്യമായി ഇവിടെ എത്തി അപ്പുറത്തെ മാർക്കറ്റിലും, നമ്മൾ ഹോൾസെയിൽ റീറ്റെയിൽ എന്ന് പറഞ്ഞ കടകളിലേക്കും മാർക്കറ്റിലേക്കും ഒക്കെ കൃത്യമായിട്ട് ഇതൊരു സെല്ലബിൾ കോമോഡിറ്റി ആയി എത്തിക്കാനുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ ഇവിടെ നിന്നും ക്രോപ്പ് ഉണ്ടാക്കിയ സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ട് ഇത് ഒരുപാട് സംഭവങ്ങളുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, സ്റ്റോറേജ്, അങ്ങനെ സേഫ് ആയിട്ട് ഇത് വേസ്റ്റേജ് ആവാതെ തന്നെ ആൾക്കാരിലേക്ക് ഇത് വിറ്റ് ഇവർക്കൊരു പൈസ തിരിച്ചെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ചെയിൻ ആണ്. ദിസ് ഇസ് ദാറ്റ് ചെയിൻ, ദിസ് ഇസ് ദാറ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അതിൻ്റെ സ്കോപ്പും കോമഡിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഇത് കണ്ട ഒരു വലിയൊരു സംഭവമാണ്. ഏകദേശം 90,000 crore ആണ് പോസ്റ്റ് ഹാർവെസ്റ്റ് നമ്മൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്തത് കൊണ്ട് മാത്രം നഷ്ടപ്പെടുന്ന ക്രോപ്പ് ഡാമേജിന്റെ എക്സ്റ്റെന്റ്. ഇറ്റ്സ് 90,000 crore. ജസ്റ്റ് ഇമാജിൻ.
So basically understand SCM or is the basic process of moving grains, fruit, vegetables or milk from the farm to the consumer. നമ്മൾ പറയാറില്ല, it is even called as farm to fork. It's called farm to fork എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ ഫാമിൽ നിന്ന് കഴിക്കുന്ന ലെവലിലേക്ക് എത്തിക്കുന്ന മിനിമൽ വേസ്റ്റ്, നല്ല പ്രൈസ് കിട്ടണം, ക്വാളിറ്റി എൻഷുർ ചെയ്യണം, ഓരോ ഗ്രെയിനും ഓരോ സംഭവം കറക്റ്റായിട്ട് സ്റ്റോറേജ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് റീറ്റെയിലേക്ക് എത്തി കൊടുക്കാൻ പറ്റണം വിത്തൗട്ട് വേസ്റ്റേജ്. സോ ദിസ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇങ്ങനെ തന്നെ നമുക്ക് എഴുതി വെക്കാവുന്നതാണ്. സോ ബാക്കിയുള്ളതെല്ലാം എന്താണ് ഇതിന്റെ ബേസിക് ക്വസ്റ്റനിൽ തന്നെ ഇതിനകത്ത് കിടപ്പുണ്ട്. സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഇതിനകത്ത് കിടപ്പുണ്ട്. സോ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ പ്ലാനിങ്, ഹാർവെസ്റ്റിംഗ് പ്ലാനിങ്, സ്റ്റോറേജ്, വെയർഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ്, വാല്യൂ അഡീഷൻ, മാർക്കറ്റിംഗ്, റീറ്റെയിൽ, ഇതെല്ലാം ഇതിന്റെ സ്കോപ്പാണ് മേജർ ആയിട്ടുള്ളത്. പിന്നെ ഇത് എന്തുകൊണ്ട് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ വേസ്റ്റേജ് കുറയ്ക്കും, ഫാർമർ ഇൻകം ബെറ്റർ ആക്കും, ഫുഡ് സെക്യൂരിറ്റി ബെറ്റർ ആക്കും, എക്സ്പോർട്സിന് ചെയ്യാൻ പറ്റും, ക്ലൈമറ്റ് റെസിലിയൻസ് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എഴുതാം. പക്ഷേ ചലഞ്ചുകൾ ഇനി ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും ഈ സപ്ലൈ ചെയിൻസ് കുറേയൊക്കെ മിഡിൽ മെന്നിലും, ഇൻഫ്രാസ്ട്രക്ചർ, കോൾഡ് സ്റ്റോറേജ്, റോഡ്സ്, ഡിജിറ്റൽ ആക്സസ് ഒക്കെ വളരെ മിനിമലാണ്. ഇറ്റ്സ് വെരി ലോ. ഫാമേഴ്സിന് ബാർഗെയിനിങ് പവർ ഇല്ല, ടെക്നോളജി ഇൻറ്റഗ്രേഷൻ ഇല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഓവർകം ചെയ്യാൻ പറ്റണം. സോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ആൻഡ് ദർ ആർ വേരിയസ് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ്. നമുക്ക് ഇതിന്റെ കുറച്ച് 2-3 പേപ്പറിൽ എഴുതിയിരുന്നെങ്കിൽ, ഇപ്പോൾ ENAM ഉണ്ട്, PM കിസാൻ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രീൻസ്, FPO, ഇവരിലേക്കൊക്കെയാണ് ഇത് കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് അടുത്തത് ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡിപ്ലീറ്റിംഗ് ഗ്രൗണ്ട് വാട്ടർ ഇൻ ഇന്ത്യ? സോ അന്ന് എന്താണ് ഫാക്ടർ എന്നുള്ളത് 1, വാട്ട് ആർ ദ സ്റ്റെപ്സ് ടേക്കൺ 2, മിറ്റിഗേറ്റ് സച്ച് എന്ത് സ്റ്റെപ്പാണ്. അപ്പോൾ മിറ്റിഗേഷന് വേണ്ടി എന്താണ് ഇതിന്റെ ഫാക്ടർ, എന്താണ് ഗ്രൗണ്ട് വാട്ടറിന്റെ മെയിൻ ഫാക്ടർ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്, 2 പ്രധാനമായിട്ടും എന്ത് സ്റ്റെപ്സ് ആണ് ഗവൺമെന്റ് ഇതിനു വേണ്ടി എടുക്കുന്നത്. ഏറ്റവും നല്ലത് ഇതിനു വേണ്ടി ശരിക്കും പറഞ്ഞാൽ യു ക്യാൻ ഗിവ് എക്സാമ്പിൾസ്. നല്ലോണം എക്സാമ്പിൾസ് എഴുതി ഇല്ലസ്ട്രേറ്റ് ചെയ്ത് എക്സാമ്പിൾ എഴുതി പോവുകയാണെങ്കിൽ, എക്സാമ്പിൾ സഹിതം മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഉത്തരമായാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമില്ല. ഗ്രൗണ്ട് വാട്ടർ ഡിപ്ലീഷന് ഓൾറെഡി ഒരു ബേസിക് സ്റ്റാറ്റിക് ക്വസ്റ്റൻ ആണ്. Okay, and next question is, this is a good question. Examine the scope. എന്താണ് scope of food processing industries in India? Elaborate the measures taken by the government in food processing for generating employment opportunities. എന്താണ് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് എന്നുള്ളത് എഴുതണം. ഇതിന്റെ സ്കോപ്പ് എന്താണ്, ഗവൺമെന്റ് ഇത് ബെറ്റർ ആക്കാൻ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ചോദ്യം. സോ നമ്മൾ സൺറൈസ് ഇൻഡസ്ട്രീസ് എന്നൊക്കെ കേട്ടിട്ടുള്ള പോലെ ഇന്ത്യയുടെ ഫുഡ് പ്രോസസ്സിംഗ് ഇസ് കോൾഡ് ആസ് എ സൺറൈസ് ഇൻഡസ്ട്രി. വളരെ ഫുൾ പൊട്ടൻഷ്യൽ ആണ്. ഇതെന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ്, നമ്മൾ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി കൺസ്യൂമബിൾ ഫുഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അമൂല് അവിടെ പാലുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, അതിനെ ചീസായിട്ടും പനീറായിട്ടും യോഗേർട്ടായിട്ടും പല രീതിയിൽ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഇതൊരു ഫുഡ് പ്രോസസ്സിംഗ് ആവുന്നത്. ഉദാഹരണത്തിന് ബട്ടർ ആവുന്നു, ചീസ് ആവുന്നു, ഐസ്ക്രീം ആവുന്നു, പനീർ ആവുന്നു. അതേപോലെ ITCയുടെ ആശീർവാദിന്റെ വീറ്റ് ഫ്ലോർ, ഇൻസ്റ്റന്റ് മിക്സ്, റെഡി മീൽസ് വരുന്നുണ്ട്. ഹൽദിറാംസിന്റെ പാക്കേജ് സ്വീറ്റ്സ്, ഇത് MTRന്റെ റെഡി ടു കുക്ക് എല്ലാം വരുന്നുണ്ടല്ലോ. ഒത്തിരി പ്രൊഡക്ട്സ് നമ്മൾ കഴിക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. സോ ഇതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് വെച്ചാൽ യു ക്യാൻ ഈവൻ സി ഗവൺമെന്റ് എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ റോ മെറ്റീരിയൽ ബേസ്, എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റീസിന് ബെറ്റേഴ്സ് ആണ്, എൻവയോൺമെന്റിൽ ഇത് എംപ്ലോയ്മെന്റ് പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ദിസ് ഇസ് എ ഈസി ക്വസ്റ്റ്യൻ. ഗവൺമെന്റ് സ്കീംസുകൾ കുറേ ഉണ്ട്. FDI അറിയാമെങ്കിൽ ഇതിനകത്ത് നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എഴുതായിരുന്നു. ഫുഡ് പാർക്കൊക്കെ ഡെഫിനറ്റ്ലി എഴുതാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. എന്തൊക്കെ സ്റ്റെപ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമുക്ക് നോക്കി അറിയാം, ഗവൺമെന്റിന്റെ ഈവൻ കേരളത്തിൽ പോലും ഗവൺമെന്റിന് ഒരുപാട് എസ്റ്റേറ്റ്സ് ഉണ്ട് ഗവൺമെന്റ് റിലേറ്റഡ്. നമ്മൾ ടെക്നോ പാർക്ക് എന്നൊക്കെ പറയുന്ന പോലെ അതേപോലെ പ്രോസസ്സിംഗ് യൂണിറ്റുകളുണ്ട്, വലിയ എസ്റ്റേറ്റ്സ് ഗവൺമെന്റ് ഫുഡ് പാർക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഗവൺമെന്റിന്റെ പ്രൊജക്റ്റുകളാണ്. സോ ദാറ്റ് വേസ് ഇറ്റ്സ് ഈസി ഫോർ ദാറ്റ്. ദിസ് ഈസ് ഓൾസോ വെരി വെരി ഗുഡ് ക്വസ്റ്റ്യൻ. How does nanotechnology offer significant advancement in the field of agriculture? End advancement. So number 1 advancement എന്താണെന്ന് എഴുതണം. ഇത് how can this technology help to uplift the socio-economic situation of farmers? ഫാമേഴ്സിന്റെ അവസ്ഥ എങ്ങനെ ബെറ്റർ ആക്കാം? അപ്പോൾ നാനോ ടെക്നോളജിയും അഗ്രികൾച്ചറിനെ കുറിച്ച് അറിയില്ലെങ്കിൽ യു കനോട്ട് റൈറ്റ് ദിസ്. സോ നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ മാനിപ്പുലേറ്റിംഗ് അറ്റോമിക് ഓർ മോളിക്കുലർ സ്കെയിൽ, അത്രയും ചെറിയ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കൾട്ടിവേഷൻ ഇതെല്ലാം വളരെ ഹെൽപ്പായിട്ട് സസ്റ്റൈനബിലിറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇതിനകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് നാനോ ഫെർട്ടിലൈസേഴ്സ് വന്നിട്ടുണ്ട്, നാനോ പെസ്റ്റിസൈഡ്സ് ഉണ്ട്, നാനോ സെൻസേഴ്സ്, ബയോ സെൻസേഴ്സ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ, സോയിൽ റെമിഡിയേഷൻ. ഇപ്പോൾ ഇതുണ്ടോ പ്രിസിഷൻ ഫാമിംഗ്, ഇപ്പോൾ കാർബൺ നാനോ ട്യൂബ് സെൻസേഴ്സ് ഉണ്ട്.
ഇൻപുട്ട് എന്നൊക്കെ പ്രിസിഷൻ ഫാമിംഗ് വളരെ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ കാർബൺ നാനോ ട്യൂബ് സെൻസേഴ്സ്, ഇങ്ങനെ പ്രിസിഷൻ ഫാമിംഗ് എഴുതാൻ പറ്റും. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്. ഈ കാര്യങ്ങളൊക്കെ എഴുതിയാൽ തന്നെ യു വിൽ ഗെറ്റ് മാർക്സ്. ആൻഡ് എന്തൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഹയർ ഈൽഡ്സ് കിട്ടും, ലോവർ കോസ്റ്റ് കിട്ടും, ക്ലൈമറ്റ് റെസീലിയൻസ്, എംപ്ലോയ്മെന്റ്, ഇതെല്ലാം ഒരു 5-6 പോയിന്റ് എപ്പോഴും പഠിച്ചു വെച്ചാൽ എല്ലാത്തിനും എഴുതാൻ പറ്റും. യു ലേൺ 10 to 15 പോയിന്റ്സ് റിഗാർഡിംഗ് മെനി തിങ്സ് റിഗാർഡിംഗ് അഗ്രികൾച്ചർ. ഇത് മാറിയും തിരിഞ്ഞൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ വൊക്കാബുലറി ഒക്കെ ഉപയോഗിക്കുമ്പോഴാണ് യുവർ ആൻസർ ബിക്കംസ് മച്ച് മോർ ബെറ്റർ ഓൾസോ. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഏരിയ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എത്രത്തോളം പേര് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഐ ഡോണ്ട് നോ. The fusion energy program in India has steadily evolved over the past decades. Mention India's contribution to the International Fusion Energy Project, International Thermonuclear Experimental Reactor or ITER. What will be implication of the success of the project for the future energy? അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി യു നീഡ് ടു നോ വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ് ഐറ്റർ. ഇത് എന്താണെന്ന് അറിയാൻ പറ്റണം. അറിയില്ലെങ്കിൽ നമുക്ക് ഈ ചോദ്യം എഴുതാൻ പറ്റില്ല. ഫ്യൂഷൻ എനർജി കോൺസെപ്റ്റ് ഒക്കെ. അപ്പോൾ എന്താണ് ഫ്യൂഷൻ എനർജി എന്ന് അറിയണം. ഇത് ആക്ച്വലി കറണ്ട് അഫയർ ആണ്. ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഹിന്ദുവിലെ ആർട്ടിക്കിളാണ് ഞാൻ ഇടുന്നത്. വേൾഡ്സ് ലാർജസ്റ്റ് ഫ്യൂഷൻ പ്രോജക്ട് റീച്ച്. ഇപ്പോൾ ഫ്രാൻസിൽ ഓൾറെഡി ഒരു യൂണിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ഫാക്ടറി, ഒരു യൂണിറ്റ്, ഒരു റിസർച്ച് സെന്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഫ്യൂഷന്റെ കോൺസെപ്റ്റ് ആണ്. സണ്ണിന്റെ എനർജി ഉണ്ടാക്കുന്ന രീതിയാണ് ഫ്യൂഷൻ. അതായത് 2 മേജർ സാധനങ്ങൾ സ്മാഷ് ചെയ്ത് വരുന്ന എനർജിയാണ്. അപ്പോൾ ഈ ഫ്യൂഷന്റെ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവം, ഒരു സെന്റർ ഉണ്ട്. ഇവിടെ ലോകത്തെ പല രാജ്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഈസ് ഓൾസോ കോൺട്രിബ്യൂട്ടിങ്. ഇന്ത്യയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പൈസ കൊടുക്കുന്നുണ്ട്, സയന്റിസ്റ്റിനെ കൊടുക്കുന്നുണ്ട്. ഇന്ത്യ ഈസ് ബിൽഡിംഗ് സം കീ ഇൻഫ്രാസ്ട്രക്ചർ. ഇതൊക്കെ ചെയ്തുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഇല്ലാത്ത ക്ലീൻ എനർജി, ന്യൂക്ലിയർ എനർജി വളരെ ഇതായിട്ട് യൂസ് ചെയ്യാം. പീസ്ഫുൾ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ബെറ്റർ ആവില്ലേ? സോ ഇതിന്റെ ഇംപ്ലിക്കേഷൻ ഒക്കെ ഇതാണ് ബേസിക് ക്വസ്റ്റ്യൻ. എന്താണ് ഇതിന്റെ സക്സസ് എന്ന് പറയുന്നത്? സോ ഇത് മാത്രമല്ല, എന്തോരം ആ ആർട്ടിക്കിളിൽ തന്നെ കണ്ടില്ലേ എന്താണ് ഐറ്റർ എന്ന് വളരെ കൃത്യമായിട്ടുണ്ട്. ദ എനർജി സോഴ്സ് ഓഫ് ദ സൺ, സ്റ്റാർസ്, കാർബൺ ഫ്രീ സോഴ്സ് ഓഫ് എർത്ത് ആണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഇറ്റ് ഡെമോൺസ്ട്രേറ്റ് യൂസ് ഇറ്റ്സ് എ ജോയിന്റ് സയന്റിഫിക് മോർ ദാൻ 30 കൺട്രികൾ ഭാഗമാണ്. ഇന്ത്യ, ചൈന, US, റഷ്യ, ജപ്പാൻ. The goal is to prove that fusion energy can be produced at an industrial scale. ന്യൂക്ലിയർ ഫ്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എനർജി ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ ദിസ് വുഡ് മേക്ക് പ്ലാസ്മ, ബേണിംഗ് പ്ലാസ്മ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇറ്റ് വാസ് എ വെരി ഈസി. കറണ്ട് അഫയറിൽ ഉണ്ടായിരുന്നതാണ്. ഇനിയും ആർട്ടിക്കിൾസ്, എന്തോരം ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ദർ ഇസ് എ ഗ്ലോബൽ റേസ് ടു മേക്ക് ഫ്യൂഷൻ പവർ റിയാലിറ്റി. പ്രൈം മിനിസ്റ്റർ ആൻഡ് പ്രസിഡന്റ് ഓഫ് ജോയിന്റ് വിസിറ്റ് ഐറ്റർ ഫെസിലിറ്റി ഫ്രാൻസിൽ. ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ പത്രങ്ങളിൽ വന്ന ആർട്ടിക്കിൾസ് ആണ് ഞാൻ ഇതെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം കറണ്ട് അഫയേഴ്സ് പിക്ക് ചെയ്താണെന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. സോ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ബിഗ് സയൻസ് പ്രൊജക്ട്. നേരത്തെ ഞാൻ പടം വരച്ചു തന്നല്ലോ. ഇതൊരു വലിയൊരു സയൻസ് സെന്റർ ഉണ്ട്. ഇവിടെ എല്ലാ രാജ്യങ്ങളും ഭാഗമാണ്. 30ഓളം രാജ്യങ്ങളുണ്ട്. ഇവിടെ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഫ്യൂഷൻ വെച്ചിട്ട് ഒരു ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ പവർ ജനറേറ്റ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇറ്റ്സ് എ ജയന്റ് മെഷീൻ ഇൻ ഫ്രാൻസ്. വി കൻ മേക്ക് ഫ്യൂഷൻ വർക്ക് സേഫ്ലി ഇൻ എർത്ത്. ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ക്രയോസ്റ്റാറ്റും സയന്റിസ്റ്റും എഞ്ചിനീയേഴ്സും നോളജ് ഷെയറിങ്ങും ഫണ്ടിങ്ങും ഒക്കെ ഇന്ത്യയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ റോൾ ഇതാണ്. ഇത് വന്നു കഴിഞ്ഞാൽ യു ഗെറ്റ് ക്ലീൻ എനർജി ഫോർ എവ്രി വൺ. നോ പൊല്യൂഷൻ, നോ ക്ലൈമറ്റ് ചേഞ്ച്. കൺട്രീസ് വോണ്ട് ഏബിൾ ടു ഫൈറ്റ്. ഇനി ഓയിലിന് വേണ്ടിയും കോളിന് വേണ്ടിയും ഫൈറ്റ് ചെയ്യേണ്ട. ഫാമേഴ്സ്, ഫാക്ടറീസ്, ഹോം എവ്രിബഡി വിൽ ഗെറ്റ് ചീപ്പ് ആൻഡ് ദ മോസ്റ്റ് റിലയബിൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ദാറ്റ്സ് എ ഗുഡ് തിങ്, റൈറ്റ്? ആൻഡ് അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അടുത്ത സയൻസിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇതും, ഹൗ ക്യാൻ ഇന്ത്യ അച്ചീവ് എനർജി ഇൻഡിപെൻഡൻസ് ത്രൂ ക്ലീൻ ടെക്നോളജി? ഹൗ ക്യാൻ ബയോടെക്നോളജി പ്ലേസ് എ ക്രൂഷ്യൽ റോൾ? അപ്പോൾ ഒരു പാർട്ട് എന്താണ് ക്ലീൻ ടെക്നോളജി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയണം. അത് എന്ത് പാർട്ടാണ്, അതിൽ ബയോടെക്നോളജി എത്രത്തോളം പാർട്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ നമുക്കിത് എഴുതാൻ പറ്റില്ല. സോ ക്ലീൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ സോളാർ എനർജി ഉണ്ട്, വിൻഡ് എനർജി എന്ന രീതിയിൽ പറയാം, EV പറയാം, ബയോഗ്യാസ്, വാട്ടർ പ്യൂരിഫിക്കേഷൻ, ഗ്രീൻ ഹൈഡ്രോജൻ, എല്ലാം ക്ലീൻ ടെക്നോളജിയുടെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇതെല്ലാം 2047 ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്കത് എഴുതാൻ പറ്റണം. സോ കൂടുതൽ റിന്യൂവബിൾ എനർജി എക്സ്പാൻഷൻ പ്രൊജക്റ്റുകൾ വരണം. ഇലക്ട്രിക് മൊബിലിറ്റി, ഗ്രീൻ ഹൈഡ്രോജൻ, ഇലക്ട്രിഫിക്കേഷൻ, സ്റ്റോറേജ്, സ്മാർട്ട് ഗ്രിഡ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്താലേ 2047 ആകുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം അച്ചീവബിൾ ആണ്. ആൻഡ് ബയോഫ്യൂവൽ ആൻഡ് ബയോടെക്നോളജി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബയോടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനു വേണ്ടി ടെക്നോളജി അല്ല, ക്ലീൻ ടെക് അല്ല. അപ്പോൾ ബയോഫ്യൂവൽസ്, ബയോഗ്യാസ് ചെയ്യാം. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്സ്, ഇത് കഴിക്കാൻ വേണ്ടിയല്ല, ജനറ്റിക്കലി എഞ്ചിനീയർഡ് ക്രോപ്സ് വെച്ചിട്ട് ബയോഫ്യൂവൽസ് ക്രിയേറ്റ് ചെയ്യാം.
GM എഞ്ചിനീയർ ആയിട്ടുള്ള ക്രോപ്സ് വെച്ചിട്ട് യു ക്യാൻ ക്രിയേറ്റ് ഹൈ വാല്യൂ ബയോഫ്യൂൽ ഓൾസോ. മൈക്രോബിയൽ ഫ്യൂവൽ സെൽ, എൻസൈം ടെക്, കാർബൺ ക്യാപ്ചർ, എല്ലാ പോയിന്റ്സും ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോയിൽ ഹെൽത്ത്, ഇതെല്ലാം ആക്ച്വലി യു ക്യാൻ ബ്രിങ് ഇൻ എനർജി സെക്യൂരിറ്റി. ദാറ്റ് വാസ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ, ഇതും വളരെ എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻ ആണ്. CCU എന്താണ് കാർബൺ ക്യാപ്ചർ യൂട്ടിലൈസേഷൻ ആൻഡ് സ്റ്റോറേജ്? വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ റോൾ ഓഫ് ടാക്ലിംഗ് ക്ലൈമറ്റ് ചേഞ്ച്? ഒബ്വിയസ്ലി നമുക്കറിയാം, ഓൾറെഡി ഉള്ള CO2 നമുക്ക് എങ്ങനെ ക്യാപ്ചർ ചെയ്യാം, ഇതിനെ നമുക്ക് എങ്ങനെ ക്യാപ്ചർ ചെയ്ത് അടച്ചു വെച്ച് ഈ ക്യാപ്ചർ ചെയ്ത സംഭവത്തിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ വരച്ചൊക്കെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. എക്സിസ്റ്റിംഗ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഹൗ ആർ യു ഗോയിങ് ടു ക്യാപ്ചർ, ഹൗ ആർ യു ഗോയിങ് ടു യൂസ് ഇറ്റ്, ഹൗ ആർ യു ഗോയിങ് ടു സ്റ്റോർ ഇറ്റ്, എന്തൊക്കെ യൂസും കാര്യങ്ങളുണ്ടെന്നൊക്കെ ഉള്ളതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതൊരു ടെക്നോളജിയാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ എസ്കേപ്പ് ചെയ്യുന്നതിന് മുന്നേ ഇൻ ടു ദി എയർ, യൂസ് ഇറ്റ് ഓർ സ്റ്റോർ ഇറ്റ് എന്ന് പറയുന്ന കുറേ ടെക്നോളജീസ് ഉണ്ട്. സോ പവർ പ്ലാന്റ്സ് നിന്നും ഫാക്ടറീസ് നിന്നും എയർ നിന്നൊക്കെ ക്യാപ്ചർ ചെയ്യാറുണ്ട്. വേണമെങ്കിൽ കോൾഡ് ഫിസി ഡ്രിങ്ക്സിൽ ഉപയോഗിക്കാം, സിമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, ബയോഫ്യൂൽസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഇനി ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഈവൻ സേഫ്ഡ് ഇൻ ദ അണ്ടർഗ്രൗണ്ട്. താഴെ റോക്ക് ഫോർമേഷനിൽ ഓയിൽ ഫീൽഡ്സിലും ഇത് തൗസൻഡ്സ് ഓഫ് ഇയറിൽ യു ക്യാൻ ആക്ച്വലി ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാം, റീയൂസ് ചെയ്യാം. ഇഫ് ഇറ്റ് ഇസ് നോട്ട് റീയൂസ്, ദ CO2 is pushed downgrade. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ യു കുഡ് ഹാവ് റിട്ടൺ ദാറ്റ് ആൻസർ. ഇത് ഈസി ക്വസ്റ്റൻ ആയിരുന്നു. അടുത്തതും ദ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ. എത്രയോ പ്രാവശ്യം നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ തന്നെ നമ്മൾ ഒരുപാട് സെമി കണ്ടക്ടർ മിഷനൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെമി കണ്ടക്ടറിന്റെ പ്രോബ്ലംസ് എന്താ, ചലഞ്ചസ് എന്താ, മെൻഷൻ ദ സാലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ. സോ ഐ തിങ്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം പേപ്പറിലുള്ള കറണ്ട് അഫയറിന് ഏറ്റവും നല്ല ക്വസ്റ്റൻ ആണിത്. ദ മോസ്റ്റ് എക്സ്പെക്റ്റഡ് സെമി കണ്ടക്ടറിനെ കുറിച്ചൊക്കെ ഒരു ചോദ്യം GS3 വരും എന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഇതിൻ്റെ ആൻസേഴ്സ് എഴുതി പോകാവുന്നതാണ്. അത്രയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത പതുക്കെ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി കഴിഞ്ഞു. വി ആർ മൂവിങ് ഇൻ ടു ദി എൻവയോൺമെന്റ് പാർട്ട്. എൻവയോൺമെന്റും കൂടെ കഴിഞ്ഞ് നമുക്ക് ഇന്റേണൽ സെക്യൂരിറ്റിയുടെ ഒരു മേജർ ഏരിയയും കൂടെ ഡിസ്കസ് ചെയ്ത് പോവാം. ഇതും ഒരു കറണ്ട് അഫയർ ക്വസ്റ്റൻ ആണ്. ഒരുപാട് കേസസ് ലാസ്റ്റ് ഇയർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. Sea water intrusion in the coastal aquifer is a major concern. What are the causes? Number 1. And what are the remedial measures to combat this? Number 2. അപ്പോൾ സീ വാട്ടർ ഇൻട്രൂഷൻ എന്താണ്, വാട്ട് ഈസ് ദ, എങ്ങനെയാണ് ഇത് കൺസേൺ ആവുന്നത്, എന്താണ് ഇതിന്റെ കോസസ്, നമ്പർ 1, എന്താണ് ഇതിന്റെ റെമഡിയൽ മെഷേഴ്സ്, രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ, സീ വാട്ടർ ഇൻട്രൂഷന്റെ ഒരു കാര്യം എഴുതി വെച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ കോസ്, എന്താണ് ഇതിന്റെ റെമഡി എന്ന് വളരെ കൃത്യമായി എഴുതിയ മാർക്കുണ്ട്. ഇതിന്റെ കറണ്ട് അഫയർ ആസ്പെക്ട്സ് കാണിച്ചു തരാം. സോ സീ വാട്ടർ ഇൻട്രൂഷൻ എന്ന് പറയുന്നത് കടലിലെ വെള്ളം പതുക്കെ സീയിൽ നിന്നും അണ്ടർഗ്രൗണ്ട് ഫ്രഷ് വാട്ടറിലേക്ക് വരികയാണ് കോസ്റ്റിന്റെ അടുത്ത്. അപ്പോൾ ഇവിടെ കോസ്റ്റിന്റെ അടുത്ത് വരികയാണെങ്കിൽ സംഭവം ഇതിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ സീ വാട്ടർ ആക്ച്വലി ഗ്രൗണ്ട് വാട്ടർ ആയിട്ട് മിക്സ് ചെയ്താൽ പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റില്ല. അത് ഇറ്റ് കണ്ടാമിനേറ്റ്സ് ഡ്രിങ്കിങ് വാട്ടർ. അഗ്രികൾച്ചറിനും ലോക്കൽ എക്കോസിസ്റ്റത്തിനും എല്ലാം വളരെ പ്രശ്നമാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും ഗുജറാത്തിലും ഒഡീഷയിലും വളരെ പ്രോബ്ലമാണ്. തമിഴ്നാട്ടിലെ ഇഷ്യൂ ആണ് ലാസ്റ്റ് ഇയർ പത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്നത്. ഒരുപാട് മൈൻ ചെയ്താലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയുണ്ട്. അവിടെ കോസ്റ്റൽ ഇറോഷൻ നടത്തി കഴിഞ്ഞാൽ കടൽ വെള്ളം ഇങ്ങനെ പെട്ടെന്ന് കയറി ഗ്രൗണ്ട് വാട്ടറിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിന്റെ ആ ഒരു ഇത് സീ വാട്ടർ ഇൻട്രൂഷൻ വരും, ഇത് പോവും. ലുക്ക് അറ്റ് ദാറ്റ്, സീ വാട്ടർ എൻറ്റേഴ്സ് വില്ലേജ് ഡ്യൂ ടു സ്വെൽ സർച്ച്. ഇതെല്ലാം തമിഴ്നാട്ടിലാണ്, കന്യാകുമാരിയിലാണത്. ന്യൂ റെഗുലേറ്റർ അക്രോസ് വെട്ടാർ ഇൻ നാഗപട്ടണം മേ മിനിമൈസ് പ്രോബ്ലം ഓഫ് സീ വാട്ടർ ഇൻട്രൂഷൻ. കടലിലേക്ക് ഈ പ്രശ്നം വരുന്നുണ്ട്, അതിന്റെ പ്രോജക്റ്റിനെ കുറിച്ച് വാർത്തയുണ്ട്. സോ അത് എന്താണ് അത് എഫക്ട് ചെയ്യുന്നത് എഴുതി കഴിഞ്ഞാൽ ഐ വുഡ് സേ ദാറ്റ് വാസ് എ കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ടു. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മിനറൽ റിസോഴ്സസ് ആർ ഫണ്ടമെന്റൽ ടു ദ കൺട്രീസ് എക്കോണമി ആൻഡ് ദീസ് ആർ എക്സ്പ്ലോയിറ്റഡ് ബൈ മൈനിങ്. വൈ ഇസ് മൈനിങ് കൺസിഡർഡ് ആൻ എൻവയോൺമെന്റൽ ഹസാർഡ്? ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വൈ ഇസ് മൈനിങ് കൺസിഡർഡ് എൻവയോൺമെന്റ് ഹസാർഡ്? എക്സ്പ്ലെയിൻ ദ റെമഡിയൽ. ഇപ്രാവശ്യം കണ്ടോ എല്ലാം സജസ്റ്റ് മെഷേഴ്സ്, റെമഡി, വാട്ട് ഇസ് ദിസ്, വാട്ട് ഇസ് ദാറ്റ്, വാട്ട് ഇസ് ദ റെമഡി. ഇറ്റ്സ് വെരി ബേസിക്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് റിവ്യൂവിൽ ഇറ്റ്സ് മോർ ഓഫ് എ സ്കൂൾ ബേസ്ഡ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് കൂടുതൽ. സോ നമുക്ക് നമ്മുടെ റെസിഡ്യൂ നോളജ് ഉള്ള പോയിന്റുകൾ എഴുതി വെച്ചാൽ യു ആർ ഡൺ. അപ്പോൾ മൈനിങ്ങിന്റെ ഹസാർഡുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് അധികം ഇത് കുറച്ച് ടഫ് ക്വസ്റ്റൻ ആണ്. നമുക്ക് ഈ കാര്യം അറിയില്ലെങ്കിൽ യു വിൽ നോട്ട്, ഇത് ഭയങ്കര പാടായിരിക്കും. 250 വേർഡ്സിന് എഴുതാനുള്ളതാണ്. റൈറ്റ് എ റിവ്യൂ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യസ് ക്ലൈമറ്റ് കമ്മിറ്റ്മെന്റ്, നമ്മുടെ ഇന്ത്യയുടെ ക്ലൈമറ്റ് കമ്മിറ്റ്മെന്റ്സിനെ കുറിച്ചിട്ട് വാട്ട് ഈസ് അവർ ക്ലൈമറ്റ് കമ്മിറ്റ്മെന്റ്? ഡെഫിനറ്റ്ലി ഇൻ കറണ്ട് അഫയേഴ്സ്. പക്ഷെ ഇത്രയും കുറെ കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ രീതിയിലേക്ക് എഴുതണമെങ്കിൽ അതെല്ലാം ഓർമ്മ വരണം. സോ ക്ലൈമറ്റ് കമ്മിറ്റ്മെന്റ് എന്താണ്? പാരീസ് എഗ്രിമെന്റിന്റെ
അണ്ടറിൽ എങ്ങനെയാണ് ഇത് COP26 ആയപ്പോൾ ഇന്ത്യ മാറ്റിമറിച്ചത്? 2015 നിന്നും 2021 വന്നപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് ക്ലൈമറ്റ് കമ്മിറ്റ്മെന്റ് കീപ്പ് ചെയ്തതിന്റെ റിവ്യൂ എഴുതണം. പിന്നെ നമ്മുടെ ഫസ്റ്റ് NDC, ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ, നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എല്ലാ NDC എന്താണ്, കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റി എന്താണെന്നൊക്കെ നമ്മൾ നോക്കിയിരുന്നു. എങ്ങനെയാണ് INDC-നെ, ഹൗ ഹാസ് ദ ഫസ്റ്റ് INDC ബൈ ഇന്ത്യ ബീൻ അപ്ഡേറ്റഡ് ഇൻ 2022? സോ ആദ്യം റിവ്യൂ എഴുതണം. ക്ലൈമറ്റ് കമ്മിറ്റ്മെന്റ് 2015 മുതൽ 21 വരെ എങ്ങനെ മാറി, നമ്മുടെ INDC എന്ന് പറയുന്ന എന്താണ്, അതിന്റെ ടാർഗറ്റ് നമ്മൾ എങ്ങനെ മാറ്റി എന്നുള്ളതിന്റെ ഒരു റിവ്യൂ എഴുതണം. സോ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ എഴുതണം. 2015 എഗ്രിമെന്റിൽ യു ഷുഡ് ബി നോയിങ് നമ്മൾ മെയിൻ ആയിട്ട് വെച്ച 3 കാര്യങ്ങളാണ്. നമ്മുടെ എമിഷൻ എന്ന് പറയുന്നത് GDP-യുടെ 33-35% നമ്മൾ കുറയ്ക്കും എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 40% ഇലക്ട്രിക് പവർ നോൺ ഫോസിൽ ഫ്യൂലിന് കൊണ്ടുവരുന്നു പറഞ്ഞു. കാർബൺ സിങ്ക് കൊണ്ടുവരും അഫോറസ്ട്രേഷൻ ത്രൂ. അഡീഷണൽ കാർബൺ സിങ്ക് നമ്മൾ കൊണ്ടുവന്ന് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് നമ്മുടെ കാർബൺ സിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള സംഭവമുണ്ട്. ഇതാണ് ഇന്ത്യയുടെ CBDR എന്ന് പറയുന്ന കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മുടെ ഭാഗത്തു നിന്ന് ക്ലൈമറ്റ് ചേഞ്ചിന് ഇന്ത്യ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. സോ ഇതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഇറ്റ് ചേഞ്ച്ഡ്. അത് പിന്നീട് ഒരുപാട് രീതിയിൽ അത് മാറി. ഇന്ത്യയുടെ ടാർഗറ്റുകളൊക്കെ മാറി. ഇപ്പോൾ അത് ഇതിൽ കുറേ ടാർഗറ്റുകൾ ഞാൻ ഇതിലുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് 45% ആയിട്ട് മാറ്റണം എന്ന് പറഞ്ഞു. നമ്മുടെ INDC ഒക്കെ പുതിയ രീതിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. 40% എന്നുള്ളത് 50% എന്ന രീതിയിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. സോ പെർസെൻറ്റേജും ഇതിന്റെ വാല്യുവേഷനിലും കുറച്ചധികം വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് ഇത് അറിയില്ലെങ്കിൽ ഇതിന്റെ റിവ്യൂ എഴുതാൻ കുറച്ച് പാടായിരിക്കും. INDC-യുടെ റിവ്യൂ വാല്യൂസും ഫിഗേഴ്സും കുറച്ചൊരു ധാരണ, അപ്രോക്സിമേഷൻ എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇന്ത്യ ഫോർമലി സബ്മിറ്റഡ് NDC ടു ദി NFCC 2022 കണ്ടോ. 33-35% എന്നുള്ളത് 45% ആയിട്ട് മാറ്റി. 50% ഓഫ് കപ്പാസിറ്റി നോൺ ഫോസിൽ ഫ്യൂൽ എന്ന് വേണമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വാല്യൂ കൂട്ടി. ആൻഡ് ലൈഫ് എന്ന് പറയുന്ന സംഭവം, നമ്മുടെ സസ്റ്റൈനബിൾ ലിവിങ് ഇന്ത്യൻ ട്രഡീഷനിൽ ബേസ് ചെയ്തിട്ട് ലൈഫ് എന്നതിന് ഒരു ഇമ്പോർട്ടൻറ്റ്, ഇതെല്ലാം വൊക്കാബുലറി ആൻസറിൽ വന്നിരുന്നെങ്കിൽ നമ്മുടെ മാർക്ക് വളരെയധികം ബെറ്റർ ആവുമായിരുന്നു. പിന്നെ COP26 ഇന്ത്യ ബ്രോട്ട് ഇൻ ദ കോൺസെപ്റ്റ് ഓഫ് പഞ്ചാമൃത്. പ്രധാനമായിട്ടും പഞ്ചാമൃത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവന്നിരുന്നു. സോ വാട്ട് എക്സാക്ട്ലി ഈസ് പഞ്ചാമൃത്? അതായത് 500 GW ഓഫ് നോൺ ഫോസിൽ ഫ്യൂൽ വരും, 50% എനർജി റിന്യൂവബിൾ വരും, 45% എമിഷൻ കുറയ്ക്കും, കാർബൺ എമിഷൻ 1 ബില്യൺ ടണ്ണിലേക്ക് കുറയ്ക്കും, നെറ്റ് സീറോ എമിഷൻ 27 കൊണ്ടുവരും. ഇങ്ങനത്തെ പഞ്ചാമൃത് സംഭവമാണ് നമ്മൾ 21 ഇത് മാറ്റിയത്. ഇന്ത്യ ടോക്ക് എ ന്യൂ തിങ്, പഞ്ചാമൃത്. സോ 15 21 മാറ്റം കൊണ്ടുവന്നു. അത്രയാണ്. പിന്നെ INDC-യുടെ കാര്യമൊക്കെ നമുക്ക് എഴുതാൻ പറ്റണം. സോ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബീൻ ഗുഡ്. ആൻഡ് മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ് സെക്ഷൻ. ദിസ് ഇസ് നോട്ട് എൻവയോൺമെന്റ്, ദിസ് ഇസ് ഇന്റേണൽ സെക്യൂരിറ്റി. എനിക്ക് തോന്നുന്ന ടൈറ്റിൽ ഞാൻ മാറ്റാൻ മറന്നുപോയി. സോ കൈൻഡ്ലി ബെയർ വിത്ത് us, സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഇതും വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ടെററിസം ഇസ് എ ഗ്ലോബൽ സ്കൗച്ച്. ഹൗ ഹാസ് ഇറ്റ് മാനിഫെസ്റ്റഡ് ഇൻ ഇന്ത്യ? ടെററിസം എങ്ങനെ ഇന്ത്യയിൽ വന്നു? എലോബറേറ്റ് വിത്ത് കണ്ടംപററി എക്സാമ്പിൾസ്. അപ്പോൾ ടെററിസത്തിന്റെ എക്സാമ്പിൾസും കൂടെ സൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റണം. എന്തൊക്കെ കൗണ്ടർ മെഷേഴ്സ് ആണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് എക്സ്പെക്റ്റഡ് ക്വസ്റ്റൻ ആണ്. ഈ ഏരിയ പഠിക്കുമ്പോൾ എന്തായാലും നമ്മളിത് പഠിച്ചു വെക്കും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. ടെററിസത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതും. പക്ഷെ കൗണ്ടർ ടെററിസത്തിന്റെ മെഷേഴ്സ് ആണ് ഇതിനകത്ത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് NIA ഉണ്ട്, IB, RAW, NSG, കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷൻസിന്റെ കാര്യങ്ങൾ. ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഉണ്ട്, ലോഫുൾ ആയിട്ട് അൺലോഫുൾ പ്രിവെൻഷൻ ആക്ട്, നാഷണൽ സെക്യൂരിറ്റി ആക്ട്, ഇതെല്ലാം നമ്മുടെ കൗണ്ടർ മെഷറിന്റെ ഭാഗമാണ്. ആൻഡ് ഈവൻ ഡ്രോൺസ്, AI ബേസ്ഡ് സർവൈലൻസ്, സൈബർ ഡിഫൻസ് സെൽസ്, ഇതിന് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഓരോന്നും കോട്ട് ചെയ്യാം. ഡിപ്ലോമാറ്റിക് മെഷേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇൻഡസ് വാട്ടർ ട്രീറ്റി, ബോർഡർ ക്ലോഷർ, സാർക്കിന്റെ ഐസൊലേഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദീസ് ആർ കൗണ്ടർ ടെററിസ്റ്റ് മെഷേഴ്സ് ദാറ്റ് വിച്ച് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് ആക്ച്വലി പുട്ടിംഗ് ഫോർവേഡ്. ദാറ്റ് ഇസ് ഇറ്റ്. ആൻഡ് അടുത്ത ഒരു പ്രധാന ചോദ്യം, ഇതും വളരെയധികം ഈ ഏരിയയിൽ നിന്ന് ദ മോസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. മാവോയിസം, ലെഫ്റ്റ് വിങ് ടെററിസം, റെഡ് കോറിഡോർ എന്നൊക്കെ പറയുന്ന കോണ്ടെക്സ്റ്റിൽ ഇന്ത്യ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഇന്ത്യയിൽ 2026 എലിമിനേറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. എവ്രി നൗ ആൻഡ് ദെൻ ഇൻ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ, നമ്മൾ ന്യൂസ് വായിക്കുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും, ഛത്തീസ്ഗഡിലും ദാന്തെവാഡയിലും എവ്രി നൗ വി ഹാവ് ദി CRPF കണ്ടക്ടിങ് മൾട്ടിപ്പിൾ മിഷൻസ്. ഇവരെ ഒന്നില്ലെങ്കിൽ ടെററിസ്റ്റ്, ഇവിടെ ഈ പറയുന്ന ലെഫ്റ്റ് വിങ്ങുകാരെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ലയിപ്പിക്കുന്നുണ്ട്. വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ആൻഡ് ഹൗ ആർ ദ പീപ്പിൾ എഫക്റ്റഡ് ബൈ ഇറ്റ്?
വാട്ട് മെഷേഴ്സ് ഹാവ് ബീൻ ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ടു അഡോപ്റ്റ്. ഇത് വളരെ ബേസിക് ആണ്. എന്താണ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം, എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. നമ്മൾ മാവോയിസം കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അവരെ സിസ്റ്റത്തിന്റെ ഭാഗത്തിലേക്ക് കൊണ്ടുവരണം, അവരെ തോക്കെടുക്കാൻ അനുവദിക്കാതിരിക്കണം. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, ദി ഹാവ് എ നമ്പർ ഓഫ് ഡെവലപ്മെന്റൽ ഇഷ്യൂസ്, ആ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്ത് കൊടുക്കണം. അതിനകത്തൊരു റിഫോർമേഷൻ കൊണ്ടുവന്ന് തോക്കെടുക്കാത്ത രീതിയിൽ ഗവൺമെന്റിന്റെയും സിസ്റ്റത്തിന്റെയും സൊസൈറ്റിയുടെയും ഭാഗമായിട്ട് അവരെ യുദ്ധം ചെയ്ത് എല്ലാവരെയും കൊന്നുകളയാന്നുള്ളതല്ല. ദേ ഷുഡ് ബി മെയ്ഡ് ദ പാർട്ട് ഓഫ് ദ സിസ്റ്റം, പാർട്ട് ഓഫ് ദ ഗവൺമെന്റ്, പാർട്ട് ഓഫ് ദ സൊസൈറ്റി ആക്കി മാറ്റണം. അതിന് ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം. നെക്സ്റ്റ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ്. ഇതും ആന്റിസിപ്പേറ്റഡ് ക്വസ്റ്റൻ ആണ്. എന്താണ് ഇന്റേണൽ സെക്യൂരിറ്റി പ്രശ്നം? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ പ്രശ്നങ്ങൾ, വേരിയസ് പീസ് അക്കോർഡ്സ് ആൻഡ് എഗ്രിമെന്റ്സ്. ഇതിനകത്ത് മേജർ ചലഞ്ചസ് നമുക്ക് നന്നായി എഴുതാം. യു വിൽ ബി റിയലി ഏബിൾ ടു റൈറ്റ് ദ ചലഞ്ചസ്, ബട്ട് ദർ ഇസ് എ സ്മോൾ പ്രോബ്ലം. ഈ വേരിയസ് പീസ് അക്കോർഡിൽ അസം അക്കോർഡ് മാത്രമായിരിക്കും പലർക്കും അറിയുന്നത്. മറ്റ് അക്കോർഡ്സിനെ കുറിച്ചിട്ട് എഴുതിയില്ലെങ്കിൽ നമ്മുടെ മാർക്ക് വളരെ കുറഞ്ഞു പോകും. എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് കാര്യമില്ല. സോ എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടെന്നുള്ളത് നമുക്ക് വളരെ, ഇപ്പൊ എത്നിക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്. ഇപ്പോൾ മിസോറാം മണിപ്പൂർ ഇഷ്യൂലൊക്കെ നമുക്ക് കാണുന്ന, അതേപോലെ ഇൻസർജൻസി ഇഷ്യൂസ് ഉണ്ട്, സെപ്പറേറ്റിസം ഉണ്ട്, സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം, പോറസ് ബോർഡേഴ്സ്, ഇവിടുത്തെ നമ്മുടെ ബോർഡറുകൾ, നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഏതൊക്കെ രാജ്യങ്ങളായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന എല്ലാം പോറസ് ബോർഡറാണ്. ഇൻഫിൽട്രേഷൻ വരുന്നുണ്ട്, മൈഗ്രേഷൻ പ്രശ്നം, റെഫ്യൂജി ക്രൈസിസ്, ബേസിക്കലി അണ്ടർ ഡെവലപ്മെന്റ് ആണ്. സോഷ്യോ എക്കണോമിക്, ഇന്റർ സ്റ്റേറ്റ് ഇഷ്യൂസ് ഉണ്ട്. അസം നാഗാലാൻഡ്, അസം മേഘാലയം, അങ്ങനെ പല ഇന്റർ സ്റ്റേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പല കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്, കുക്കി മിഷൂസ്, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം അവിടുത്തെ പല സ്റ്റേറ്റ്സ്, നോർത്ത് ഈസ്റ്റേൺ പ്രശ്നങ്ങളാണ്. അണ്ടർ ഡെവലപ്മെന്റ് ഉണ്ട്. നമുക്കിതിൽ ബേസിക്കലി അസം അക്കോർഡുകൾ എന്ന് പറയാം, NLFT, ത്രിപുര അഗ്രിമെന്റ്, ദ ബ്രൂ റാങ്ക്, ഇത് പേപ്പറിലൊക്കെ വരുന്നത്. ദ ബ്രൂ അഗ്രിമെന്റ് പേപ്പറിലുണ്ടായ കറണ്ട് അഫയേഴ്സിലാണ്. ബ്രൂ അഗ്രിമെന്റ്, ദ ബോഡോ അക്കോർഡ്, കർബി ആംഗ്ലോങ് അഗ്രിമെന്റ്, ഇതെല്ലാം ഓർമ്മ വരണമെന്നില്ല. ഇതിനകത്തൊരു 3-4 എണ്ണമെങ്കിലും നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അതൊരു സെപ്പറേറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഇഫ് യു ക്യാൻ മെൻഷൻ ഇറ്റ്, യു ഗെറ്റ് മാർക്സ് ഫോർ ഇറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് വൈ ഇസ് മാരിടൈം സെക്യൂരിറ്റി വൈറ്റൽ ടു പ്രൊട്ടക്ട് ഇന്ത്യ സീ ട്രേഡ്? എന്തുകൊണ്ടാണ് മാരിടൈം സെക്യൂരിറ്റി പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടത്? എന്തൊക്കെ ചലഞ്ചസ് ആണ് ഇവിടെ ഉള്ളത്? വേ ഫോർവേഡ്. സോ 3 കാര്യങ്ങളാണ്. ഒന്ന് വൈ, എന്താണ് മാരിടൈം സെക്യൂരിറ്റി, എന്തിന് പ്രൊട്ടക്ട് ചെയ്യണം, എന്തൊക്കെ ചലഞ്ചസ് ഉണ്ട്, എന്താണ് വേ ഫോർവേഡ്, എന്തൊക്കെ സജഷൻസ് വേണം എന്നുള്ളത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്. മാരിടൈം സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ മൊത്തം നമുക്ക് എഴുതാൻ പറ്റും. നമ്മുടെ ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ തന്നെ പറയാം. ഇന്ത്യൻ ഓഷനിൽ നിൽക്കുന്നുണ്ട്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്, മലാക്ക, ഇതെല്ലാം വരുമ്പോൾ വളരെയധികം നമ്മൾ സേഫ് റൂൾ വേണം. നമ്മുടെ ക്രൂഡ് ഓയിൽ എല്ലാം സീ വഴിയാണ് വരുന്നത്. യു നീഡ് പ്രൊട്ടക്ഷൻ. ബ്ലൂ എക്കോണമി എഴുതാം. പോർട്സ് ലൈക്ക് മുംബൈ, ചെന്നൈ, വിശാഖപട്ടണം ആർ ഗേറ്റ് വേസ്. ഇതിന്റെ സെക്യൂരിറ്റി, അപ്പം ഇതിനു വേണ്ടി കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവി ഒക്കെ വർക്ക് ചെയ്യുന്ന, കോസ്റ്റ് ഗാർഡും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്, ഇതാണ് വൈ. പിന്നെ ട്രഡീഷണൽ ത്രെറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. സർവൈലൻസ് പ്രശ്നങ്ങളുണ്ട്, പിന്നെ പൈറസി, ആംഡ് റോബറി, സ്മഗ്ലിംഗ്, ട്രാഫിക്കിംഗ്, ടെററിസം, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മുംബൈ അറ്റാക്സ് എന്നൊക്കെ എക്സാമ്പിൾ എഴുതാം. ഇവിടെ വഴിയാണ് അവർ കയറി വന്നത്. ഇതൊക്കെ നമ്മുടെ സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ്. പിന്നെ ഒബ്വിയസ്ലി സൈക്ലോൺസ്, റൈസിങ് സീ ലെവൽ, ഇല്ലീഗൽ ഫിഷിംഗ്, ശ്രീലങ്കൻ എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. പോർട്ട് ഹാക്കിംഗ്, ഈ അടുത്ത് പല പോർട്ടുകളും അലേർട്ടിലായിരുന്നു. പോർട്ട് ഹാക്കിംഗ്, പോർട്ടിന്റെ സിസ്റ്റംസ് ഹാക്ക് ചെയ്തിട്ട് നമ്മൾ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ത്രെറ്റുകൾ നമ്മൾ റെഡി ആണെന്നുള്ള രീതിയിൽ എഴുതണം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മുടെ ഇതും കറണ്ട് അഫയറിലുള്ളതാണ്, നാഷണൽ മാരിടൈം ഡൊമൈൻ അവയർനെസ് ഗ്രിഡ്, ദി NMDA എന്ന് പറയുന്നത്. ഈ വൊക്കാബുലറി ഒക്കെ നിങ്ങൾ ആൻസറിൽ എഴുതിയ ഉറപ്പായിട്ടും ബെസ്റ്റ് ആണ്. പിന്നെ UAVs, AI ബേസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റംസ് കൊണ്ടുവരണം. കോസ്റ്റൽ സെക്യൂരിറ്റി ആക്ട് ബെറ്റർ ആക്കണം. ഇന്റർ ഏജൻസി കോർഡിനേഷൻ, കോസ്റ്റ് ഗാർഡ് ആണെങ്കിലും മറ്റ് ഏജൻസീസ് എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് ബെറ്റർ ഇൻഫർമേഷൻ കൊണ്ടുവരണം. മാരിടൈം പ്രൊജക്ട് പാർട്ട്ണർഷിപ്പ്, ക്വാഡ്, അതേപോലെ എല്ലാം കുറച്ചും കൂടെ ബെറ്റർ ആക്കി ഡീപ്പൻ ആക്കണം. ജോയിന്റ് നേവൽ എക്സസൈസസ് ലൈക്ക് മലബാർ എക്സസൈസ് ഒക്കെ ഇല്ലേ, അതേപോലെ മൾട്ടി ഡ്രില്ലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് എപ്പോഴും ഒരു അലേർട്ടിൽ കൊണ്ടുവരണം. കോസ്റ്റൽ കമ്മ്യൂണിറ്റീസിനെ ട്രെയിൻ ചെയ്യണം. കൂടുതൽ R&D മറൈനിലൊക്കെ കൊണ്ടുവരണം. യു ക്യാൻ റൈറ്റ് എ ലോട്ട് ഓഫ് പോയിന്റ്സ്. മാരിടൈം സെക്യൂരിറ്റി എന്തുകൊണ്ട് ചെയ്യണം എന്നുള്ള പോയിന്റുകളാണ് ഇതെല്ലാം. സോ ഇത്രയാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത്യാവശ്യം മൈ ഫൈനൽ റിവ്യൂ സ്റ്റിൽ ഇസ്, ഞാൻ ഇപ്പോഴും ഐ എം റീറ്ററേറ്റിംഗ് ദിസ് പോയിന്റ് ദാറ്റ് പത്രം വായിക്കണം, ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ, നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഇതെല്ലാം ബിൽഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് എല്ലാം ജനറൽ ആണെങ്കിലും ഇതിലേക്കുള്ള പോയിന്റ് എല്ലാം നമ്മളെ നയിക്കുന്നത് ലാർജർ ഡിറക്ഷൻ ഇസ് കറണ്ട് അഫയേഴ്സ്. സോ ഐ urge all the aspirants who are preparing for 2026,
നമ്മൾ നല്ലോണം പത്രം വായിക്കുക. ഇനി പത്രം വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് നല്ലോണം ഗ്രിപ്പിംഗ് ആയിട്ട് പോയിന്റ്സും കാര്യങ്ങളും വെറുതെ കാണാതെ പഠിക്കുന്ന ഫാക്ട്സ് അല്ല. ട്രൈ ടു ഹാവ് എൻ ഐഡിയ, ട്രൈ ടു ഹാവ് എൻ അനാലിസിസ്. ഏത് കാര്യങ്ങളാണെങ്കിലും ഇപ്പം മാരിടൈം കാര്യങ്ങൾ കണ്ടില്ലേ, ഐ എം നോട്ട് ഷുവർ ഹൗ മെനി ഓഫ് യു സ്റ്റിൽ റിമെമ്പർ NMDA. ഹിന്ദുവിൽ എത്രയോ പ്രാവശ്യം വന്നൊരു ഏരിയ ആണത്. ഇതൊക്കെ മലബാർ എക്സസൈസ്, ഇതെല്ലാം നമുക്ക് ചിലപ്പോൾ 10 പ്രാവശ്യം ഒരു 5 മാസം വായിക്കുമ്പോഴായിരിക്കും 5 പോയിന്റ് കിട്ടുക. സോ ഓരോ ഏരിയയിലും ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളതിൽ വി നീഡ് ടു ബി റെഡി വിത്ത് സ്റ്റാറ്റിക് പോയിന്റ്സ്. അതുണ്ടെങ്കിൽ വളരെ നന്നായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ ഞാൻ GS പേപ്പർ 4ന്റെ റിവ്യൂവും കൂടെ പെട്ടെന്നിടാം, എത്തിക്സിൻ്റെയും കൂടെ. സോ കീപ് സബ്സ്ക്രൈബിങ്, കീപ് വാച്ചിങ് ടു IAS Factor, and I am Arjun R. Shankar. Thank you.